പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 27 ബുധൻ. പ്രധാന വാർത്തകൾ. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പ് തീയതിയിൽ മാറ്റം വരുത്തി ഇലക്ഷൻ കമ്മീഷൻ. ജനുവരി 18 ആണ് പുതുക്കിയ തീയതി. ജനുവരി 8 മുതൽ 10 വരെ തീയതികളിൽ പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് തീയതി പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നതെന്നും മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ രക്ഷിതാക്കൾക്ക് കമ്മീഷൻ അയച്ച സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു തീയതികളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡിസംബർ 14 ഉച്ചയ്ക്ക് 1 മണി വരെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ 21 നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബെൽജിയം സന്ദർശനത്തിനൊരുങ്ങുന്നു. ഫിലിപ്പ് രാജാവിന്റെയും മതിൽഡെ രാജ്ഞിയുടെയും ക്ഷണപ്രകാരം ഡിസംബർ 3, 4 തീയതികളിലായിരിക്കും സുൽത്താൻ ബെൽജിയം സന്ദർശിക്കുക. ഒമാനും ബെൽജിയവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും. മൂന്നാമത് കുന്തിരിക്കം സീസൺ ഇന്ന് ദോഫാറ്റ് ഗവർണറേറ്റിൽ തുടക്കം കുറിക്കും. അൽ ബലീദ് ആർക്കിയോളജിക്കൽ പാർക്കിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ അടുത്ത മാസം 6 വരെ തുടരും. വാദി ദുക്കാഹ് റിസർവേ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് സീസൺ അനുബന്ധ പരിപാടികൾ അരങ്ങേറുകയെന്ന് മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഖാലിദ് ബിൻ അബ്ദുൽ അൽ അബ്രി പറഞ്ഞു. സന്ദർശകർക്കായി വ്യത്യസ്ത വിജ്ഞാന വിനോദ അവസരങ്ങൾ ഒരുക്കിയതായും സംഘാടകർ അറിയിച്ചു. കുന്തിരിക്കം മരം നടൽ ഉൾപ്പെടെയുള്ളവയും വരും ദിവസങ്ങളിൽ നടക്കും. കുന്തിരിക്ക കേന്ദ്രങ്ങളുടെ ചരിത്രപരമായ സവിശേഷതകളും മറ്റും ഉയർത്തിക്കാട്ടുകയാണ് മേളയുടെ ലക്ഷ്യം. പ്രാദേശിക കമ്പനികളുടെ സുഗന്ധദ്രവ്യങ്ങളുടെയും കുന്തിരിക്ക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കുന്തിരിക്ക മേളയുടെ പ്രത്യേകതയാണ്. റോവി മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവാസി ക്ഷേമനിധി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്, റോവി കുറം ബ്രാഞ്ചുകളിൽ നടക്കുന്ന ക്യാമ്പ് 60 വയസ്സ് കഴിയുമ്പോൾ പ്രവാസികൾക്ക് സാമ്പത്തികമായി സഹായകരമാകുന്ന ആകർഷകമായ ക്ഷേമനിധി പെൻഷൻ സ്കീമിൽ ചേരുന്നതിനും നിലവിൽ ചേർന്നിട്ടുള്ളവരുടെ സംശയങ്ങൾക്കും മറുപടികൾ ലഭിക്കുന്നതിനും സഹായകരമാകും വിധമാണ് സംഘടിപ്പിക്കുന്നതെന്ന് RMA കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഒമാന്റെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകം ഉയർത്തിക്കാട്ടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ജുവൽ ഓഫ് ദി അറേബ്യ പരിവേഷണ പദ്ധതിക്ക് ലണ്ടനിൽ ഔദ്യോഗിക തുടക്കമായി. സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് യസീൻ ബിൻ ഹൈതം അൽ സയീദിന്റെ രക്ഷാകർതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വില്യം രാജകുമാരൻ സംബന്ധിച്ചു. ഒമാൻ വിഷൻ 2040ന്റെ ഭാഗമായി തുടരുന്ന തൊഴിൽ വിപണി നിയന്ത്രണ നടപടികളും ഒമാനി പൗരന്മാരുടെ തൊഴിലിന് മുൻഗണന നൽകുന്നതിനുള്ള ശ്രമങ്ങളും വിജയം കാണുന്നു. ഇതുവഴി പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. റോയൽ ഒമാൻ പോലീസ് റിപ്പോർട്ട് പ്രകാരം 1,08,11,170 ആണ് രാജ്യത്തെ ആകെ പ്രവാസികൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1.2% കുറവ് രേഖപ്പെടുത്തി. സർക്കാർ മേഖലയിൽ പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറഞ്ഞതായുള്ള റിപ്പോർട്ട് ആണ് ശ്രദ്ധേയം. 42,390 പ്രവാസികൾ മാത്രമാണ് ഈ വർഷം ഒക്ടോബറിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്വകാര്യ മേഖലയിൽ 1,04,22,892 പേർ തൊഴിലെടുക്കുന്നു. എന്നാൽ വീട്ടുജോലികൾ പോലെയുള്ളവയിൽ വിദേശികളുടെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ പ്രവാസികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ബംഗ്ലാദേശ് പൗരന്മാരിലാണ്. 6,51,436 ബംഗ്ലാദേശ് സ്വദേശികളാണ് ഒമാനിലുള്ളത്.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 9.8% കുറവുണ്ടായി. ഒരു കാലത്ത് ഒമാനിലെ പ്രബല വിഭാഗമായിരുന്ന ഒമാനിലെ ഇന്ത്യക്കാരായ പ്രവാസികളിൽ 4.9% കുറവ് രേഖപ്പെടുത്തി. 5,06,579 ഇന്ത്യക്കാരാണ് ഒമാനിലുള്ളത്. അതേസമയം മ്യാൻമാർ, താൻസാനിയ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ യഥാക്രമം 55.4%, 44.4%, 11.1% വർധനവുണ്ടായി. മാറുന്ന റിക്രൂട്ട്മെന്റ് രീതികൾ, തൊഴിലാളികളെ ആവശ്യമുള്ള സെക്ടറുകളിലേക്ക് മാറ്റം തുടങ്ങിയ പ്രവാസി തൊഴിലാളികളിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും. റോയൽ ഒമാൻ പോലീസ് കണക്കുകൾ പ്രകാരം മസ്കത്ത് ഗവർണറേറ്റ് തന്നെയാണ് ഭൂരിപക്ഷം പ്രവാസികളും താമസത്തിന് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ മസ്കത്തിൽ തന്നെയും പ്രവാസികളിൽ 3.2% കുറവുണ്ടായിട്ടും നിലവിൽ 6,66,847 വിദേശികളാണ് ഗവർണറേറ്റിൽ കഴിയുന്നത്. രണ്ടാമതുള്ള ദോഫാർ ഗവർണറേറ്റിൽ പ്രവാസികൾ 2.5% കുറഞ്ഞിട്ടും ഇപ്പോഴും 2,22,396 തൊഴിലാളികൾ ഇവിടെ കഴിയുന്നു. എന്നാൽ തെക്കൻ പാത്തിന അൽ വുസ്ത ഗവർണറേറ്റിൽ പ്രവാസികളുടെ എണ്ണം യഥാക്രമം 7.4%, 1.0% വർധനവ് രേഖപ്പെടുത്തി. മേഖലയിലെ സാമ്പത്തിക വാണിജ്യ രംഗത്തും ഇത് പ്രതിഫലിക്കുകയും ചെയ്യുന്നു. രാജ്യത്ത് താപനില കുറഞ്ഞെങ്കിലും ശൈത്യകാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഒമാൻ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധൻ പറഞ്ഞു. ഒമാനിൽ ശൈത്യകാലം ഡിസംബർ 21 അല്ലെങ്കിൽ 22 ആരംഭിക്കും. നിലവിൽ പ്രഭാതങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ താപനില താഴ്ന്ന നിലയിലാണ്. പലയിടത്തും 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് സൈക്കിൽ ആണ്. 12.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ചൂട്. ബിദിയ, ഹൈമ, മസ്യൂന, മുക്ഷിൻ എന്നിവിടങ്ങളിൽ 17 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.